തലയ്ക്ക് പ്രാന്ത് പിടിപ്പിക്കുന്ന ഓരോ സിസ്റ്റങ്ങൾ കാണിച്ചിട്ടെ. അത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത 100% ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. അതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 10ന്റെ ബോൾട്ടാണെങ്കിൽ പോലും പണി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പോൾ നമ്മുടെ ഡോഡ്ജ് ചലഞ്ചറാണ് ടീക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മാറാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവർ കൺട്രോൾ റിയർ റാമാണ് മാറാനുള്ളത്. അത് ഈ സാധനമാണ് കേട്ടോ. ഉണ്ടല്ലേ ഒരു ചെറിയ സംഭവം. ഇവിടെ ബോൾട്ട് നെട്ടും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബോൾട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, നെട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സംഭവമാണ് കേട്ടോ. നമ്മുടെ അലൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ സംഭവം അയക്കുമ്പോൾ മാർക്ക് കിട്ടുവാണ് അയക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഈ ബോൾട്ട് നമ്മൾ അയച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിക്കിയുടെ സ്പേസ് കൊടുത്തിട്ടില്ലേ, ഡിക്കി, അതിൻ്റെ ഈ സാമാനത്തുമ്പോൾ പോയിട്ട് ഇത് തട്ടുസ്റ്റേ കണ്ടാ. ഇവിടുന്ന് കാണിച്ചാലാട്ടാ. ഇത് കണ്ടില്ലേ, ഈ ബോൾട്ട് എങ്ങനെ ഊരിയെടുക്കുക. ഇത് പോയിട്ട് നേരെ ഇതുമ്പോൾ തട്ടും കണ്ട. ഒരു പെരലിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ല. ഇത്രയും നീളം ഉണ്ട് കേട്ടോ. ഇത്രയും നീളം വരും അതിന്. എങ്ങനെ അയച്ചെടുക്കുക. അവിടെ പോയിട്ട് കഴിയുമ്പോൾ തട്ടും. പക്ഷെ എന്തടുപ്പിലെ സിസ്റ്റമാണോ. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഡിഫറൻഷ്യലിൻ്റെ സപ്പോർട്ടിങ് ഫ്രെയിം അടക്കം ഇറക്കേണ്ടി വരാവോ. അത് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇനി സൈലൻസറും തേങ്ങ അയക്കേണ്ടി വരും. മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഈ ചെയ്സ് വെച്ചിട്ട് ഷെല്ല് ഇറക്കി വെക്കില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഫ്രെയിമും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഷെല്ലിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പണിത് സെറ്റപ്പ് ആവും. അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അങ്ങനെ ചെയ്തപ്പോൾ ഇതിങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനെ പറ്റിയതാണോ, എന്ത് പണ്ടാറാണോ, ആരോട് ചോദിക്കാനാ. ആർക്കയിലേക്ക് എന്തെങ്കിലും അറിയണതുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളോ. അത് അയക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ട്രിക്കൊന്നും നോക്കിയിട്ട് കാണാനില്ല. അതിന് എന്തായാലും തട്ടും. ആ കൂട്ടിയുള്ള വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്നിട്ട് ബോൾട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടേണ്ടി വരും. ഒന്നും മനസ്സിലാവണില്ല. ഒരച്ചോറ അല്ലേ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. വെറുതെ ടൈം കളയാൻ വേണ്ടി ഒരച്ചോറകൾ ഇഷ്ടേ. കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആർക്കെങ്കിലും ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞായോ. സാധനം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടാ. ആ സാധനം കാണിച്ചു കൊടുത്ത് കണ്ടില്ലേ. സാധനം നമ്മൾ ഊരിയെടുത്തു. ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. പറഞ്ഞില്ലേ മറ്റേ മെയിൻ ഫ്രെയിം റിയറിലാ. അപ്പൊ അതിന് 4 മെയിൻ ബോൾട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരു ബോൾട്ടിന്റെ തന്നെ ഒരു വലുപ്പം നോക്കിയേ. 4 മെയിൻ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ 4 ബോൾട്ട് ലൂസ് ചെയ്ത് കൊടുത്തു. ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ഈ നമുക്ക് അഴിക്കേണ്ട സൈഡിലത്തെ ഈ സൈഡിലാണല്ലോ നമുക്ക് ഇത് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സൈഡത്തെ ബോൾട്ട് ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ട് ചെറിയ ലിവർ ഇട്ടിട്ട് ഒന്ന് ഇവിടെ തിക്കി കൊടുത്തു. മറ്റേതൊക്കെ ലൂസാക്കി വെച്ചു. ബാക്കി 3 ലൂസാക്കി വെച്ചിട്ട് ഇത് മാത്രം അഴിച്ചെടുത്തിട്ട് ചെറിയ ലിവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് തിക്കി കൊടുത്തു. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ കണ്ട ഹോൾ ഇവിടെ ഗ്യാപ്പ് ഫ്രീ ആയി. ഇതിൻ്റെ ഇട കൂടെ സുഖമായിട്ട് പോകുന്നു. വേറെ വള്ളിയൊന്നുമില്ല. നമ്മൾ ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടേ ആ ബോൾട്ട് 3 ലൂസാക്കി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആകെ തല പെരുത്തു. വേറെ എന്തെങ്കിലും എളുപ്പവഴിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും. വേറെ ഒന്നും എനിക്ക് നോക്കിയിട്ട് കണ്ടില്ല. ആകെ തന്നെ ചെയ്യാനുള്ള ആകെ ഒരു മാർഗം, അല്ലെങ്കിൽ വെട്ടി പൊളിക്കേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ.